ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, ആരൊക്കെ നമ്മെ മറന്നാലും ദൈവം നമ്മെ മറക്കത്തില്ല. വീട്ടിൽ കിടന്നാലും കാട്ടിൽ കിടന്നാലും ആരെല്ലാം ഓർത്തില്ലെങ്കിലും നമ്മെ ഓർക്കുന്ന ദൈവമുണ്ട്. കൂട്ടുകാർ മറന്നാലും നാട്ടുകാർ മറന്നാലും കുടുംബങ്ങൾ മറന്നാലും നമ്മെ ഓർക്കുന്ന ദൈവമുണ്ട്. കുടുംബാംഗങ്ങൾ നമ്മെ മറക്കാം, എന്നാൽ വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഭക്തനായ ദാവീദിനെ കാണാം. ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്നും സ്വന്തം അപ്പനും സഹോദരങ്ങളും ഭക്തനായ ദാവീദിനെ മാറ്റി നിർത്തി. ദാവീദിൻ്റെ അപ്പനും സഹോദരങ്ങളും ഭക്തനായ ദാവീദിനെ മറന്നുപോയപ്പോൾ ദൈവം ഭക്തനായ ദാവീദിനെ മറന്നില്ല. ദൈവം ഭക്തനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ആരെല്ലാം മറന്നാലും ഒറ്റപ്പെടുത്തിയാലും തള്ളിക്കളഞ്ഞാലും ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ തിരഞ്ഞെടുത്തു. അതിനാൽ സന്തോഷിക്കുക. സ്വന്തം കുടുംബത്തിൽ നിന്ന് എല്ലാവരും ദാവീദിനെ മാറ്റി നിർത്തി. യിശ്ശായി ദാവീദിൻ്റെ പേര് പറഞ്ഞില്ല. തൻ്റെ സഹോദരങ്ങൾ ദാവീദിനെക്കുറിച്ച് ഒന്നും പറയാതെ ദാവീദിനെ ഓർത്തില്ല. ദാവീദിനെ ഒറ്റപ്പെടുത്തിയപ്പോൾ അവരുടെ മധ്യത്തിൽ തന്നെ ദൈവം ദാവീദിനെ വിളിച്ച് അഭിഷേകം ചെയ്തു മാനിച്ചു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഭക്തനായ ദാവീദിനെ ദൈവം മറക്കാതെ ഓർത്തുവെങ്കിൽ വചനം ശ്രവിക്കുന്ന താങ്കളെയും സഹോദരങ്ങളുടെ നടുവിൽ അഭിഷേകം ചെയ്യുവാൻ ദൈവമുണ്ട്. താങ്കളെ മറന്നുപോയവരുടെയും തള്ളിക്കളഞ്ഞവരുടെയും ഇടയിൽ നിന്ന് വചനം ശ്രവിക്കുന്ന താങ്കളെ ദൈവം ഉയർത്തി മാനിക്കും. മനുഷ്യർ മറക്കുന്നത് പലപ്പോഴും നല്ലതിനാണ്. കാരണം മനുഷ്യർ നമ്മെ മറന്നാലേ ദൈവം നമ്മെക്കുറിച്ച് ഓർക്കത്തുള്ളൂ. ദൈവം നമ്മെ ഓർത്താൽ അസാധ്യങ്ങൾ സാധ്യമാക്കും. ഭക്തനായ ദാവീദിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഭക്തനായ ദാവീദിൻ്റെ തലമേൽ അഭിഷേക തൈലം വീണതു മുതൽ ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഭക്തനായ ദാവീദ് അതുവരെ സ്വസ്ഥതയോടുകൂടെ ജീവിച്ചതാണ്. വനാന്തരങ്ങളാണെങ്കിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആടുകളെ മേയിച്ചു നടന്നു. എന്നാൽ അഭിഷേകം വീണ ശേഷം ശത്രുക്കൾ പെരുകി വന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവമക്കളെ ആരൊക്കെ കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ചാലും രേഖകൾ എഴുതി വിളംബരം ചെയ്താലും ശത്രുക്കൾ നാല് വശത്ത് വളഞ്ഞാലും അതിനെയെല്ലാം തിരുത്തി കുറിച്ച, അതിനെയൊക്കെ അനുകൂലമാക്കിയ ദൈവത്തെ നാം ആരാധിക്കുന്നത്. ഭക്തനായ മോശയെ കൊല്ലുവാൻ ഏത് രാജകൊട്ടാരത്തു നിന്നാണോ ഫറവോൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചത്, അതേ ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശയെ ദൈവം വളർത്തി എന്നുള്ളതാണ്. ഏത് ശൗലാണോ ഭക്തനായ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചത്, അതേ കൊട്ടാരത്തിൽ ഭക്തനായ ദാവീദിനെ ദൈവം രാജാവാക്കി മാറ്റി എന്നുള്ളതാണ്. ദാനിയേലിനെ കൊല്ലുവാൻ രേഖ എഴുതി പുറപ്പെടുവിച്ച് സിംഹക്കൂട്ടിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ ദൈവം ദാനിയേലിനെ അതേ രാജകൊട്ടാരത്തിൽ ഉയർത്തുവാനിടയായി. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായി ഈ ലോകത്ത് ആരുമില്ല. ഭക്തന്മാരെ തകർക്കുവാൻ ശത്രു ശ്രമിച്ചാലും രാജകൊട്ടാരത്തിൽ ഉന്നത സ്ഥാനം നൽകി മാനിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത്. ഭക്തനായ ദാവീദിനെ തക്ക സമയം ഇസ്രായേൽ രാജാവാക്കി മാറ്റിയെങ്കിൽ, ഭക്തനായ യോസേഫിനെ തക്ക സമയം മിസ്രൈമിൽ രണ്ടാമനാക്കി മന്ത്രിയാക്കി ശ്രേഷ്ഠ പദവി നൽകി ഉയർത്തിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ആരൊക്കെ മറന്നാലും നമ്മെ മറക്കാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. മനുഷ്യനെ ഉയർത്തുവാൻ ദൈവം തീരുമാനിച്ചാൽ ഒരു മനുഷ്യനോടും ദൈവം അഭിപ്രായം ചോദിക്കത്തില്ല. ദൈവം ഒരുവനെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചാൽ ദൈവത്തിൻ്റെ കരം ആർക്കും മടക്കുവാൻ സാധിക്കത്തില്ല. വചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു. യെശയ്യാപ്രവചന പുസ്തകം 41-10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മെ താങ്ങാമെന്ന് അരുളി ചെയ്ത കർത്താവ്, നമ്മെ ഉയർത്താമെന്ന് അരുളി ചെയ്ത കർത്താവ്, നീതിയുള്ള ദൈവത്തിൻ്റെ വലം കരം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചലിക്കുകയാണ്. അതിനാൽ പൂർണ്ണമായി കർത്താവിൽ സമർപ്പിക്കുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.